രാജകീയമായ പരിപാടികളെല്ലാം നമ്മൾ രാജകീയമാക്കുന്ന ഭാഗങ്ങളാണിത്. നമ്മളിപ്പോൾ പോളണ്ടിൽ തന്നെ ഉള്ള നമ്മൾ വിചാരിച്ചതുപോലെ വണ്ടി ഓടി കയറിയിട്ടില്ല. പാർക്കിങ് നമുക്ക് മിക്കവാറും ശോകമാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. നമുക്ക് ചെറുതായിട്ടൊരു പണി കിട്ടി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാപ്പ് ചെറുതായിട്ട് പണി മുടക്കി. നമ്മുടെ രാജശേട്ടർ ഉണ്ട് കേട്ടോ, രാജശേട്ടറെ കണ്ടുമുട്ടണം പ്ലാനിങ്ങിലുള്ള എന്താണെങ്കിൽ കണ്ടുമുട്ടും കേട്ടോ പുള്ളി. ഹായ്, എന്തുണ്ട് സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇറ്റലിയിലേക്ക് ലോഡ് ഇട്ടിട്ടുണ്ട്. ഇവിടുന്ന് ഒരു ഏകദേശം 2300 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ലോഡ് എടുക്കാൻ വേണ്ടി പോകാനുള്ള പരിപാടിയാണ്. രാവിലെ കുറച്ച് പണിയുണ്ട് കേട്ടോ വണ്ടിക്ക്. അതായത് വണ്ടീൻ്റെ ബേക്കൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടി. ബാക്കി വണ്ടിയെല്ലാം കഴുകി കുട്ടപ്പനാക്കി നമ്മളിവിടെ കൊണ്ട് ഇട്ടിട്ടുണ്ട് രാവിലെ തന്നെ. ഇപ്പോൾ വണ്ടി ഏകദേശം പോകാൻ വേണ്ടി സെറ്റായി നിൽക്കുകയാണ് കേട്ടോ. ഇത് നമ്മുടെ കമ്പനീൻ്റെ അടുത്തൊരു വണ്ടിയാണ്. ഇവിടെ മഴയാണ് കേട്ടോ, നല്ല മഴയാണ്. ഇപ്പോൾ വണ്ടീൻ്റെ ബേക്കൊക്കെ ഒന്ന് മറ്റേ ഫുള്ള് പട്ടയ കാര്യങ്ങളൊക്കെ ഇടാറുണ്ട്. മുടിയെല്ലാം വെട്ടി. നമ്മുടെ വണ്ടീൻ്റെ ഉൾവശമാണ് മൊത്തം കുളമായിട്ട് കിടക്കുന്നത്. ഫുള്ള് ബെൽറ്റുണ്ട്. അതുപോലെ ഇതുണ്ടോ ഉമി, ഇതിൻ്റെ പേര് ഉമിയാട്ടോ. ഇത് തെന്നാണ്ടിരിക്കാനുള്ള സാധനമാണ്. ഇപ്പം എല്ലാം ഇവിടെ വരെ ബെൽറ്റ് കിടക്കും. കഴിഞ്ഞ പ്രാവശ്യം പട്ടിപ്പണിയായിരുന്നു കേട്ടോ, ഫുള്ള് കച്ചര. അപ്പം ഇതെല്ലാം പട്ടയുണ്ട് കേട്ടോ. ഈ സൈഡ് പട്ട കയറണം, പണിയുണ്ട്. ഈ സൈഡ് ഇപ്പോൾ പട്ടയില്ല, വളരെ കുറവാണ്. സൈഡ് ഫുള്ള് പട്ടയിട്ട് ക്രോസ് ഇട്ട്. ചില ആളുകൾ പറയും നാട്ടിൽ നിന്ന് നമ്മൾ എന്ത് പണിയെടുക്കാൻ തയ്യാറാണെന്ന് പറയും. പക്ഷേ ഇതെല്ലാം പണിയുണ്ട് അത്യാവശ്യം. നാട്ടിലെ പണി വേറെ, ഇവിടുത്തെ പണി വേറെ കേട്ടോ. അതായത് ഇതുണ്ടോ, ഇത് എത്ര പട്ടയുണ്ടെന്നുണ്ടോ. ഇത് മേലെ കൂടെ ഫുള്ള് സെറ്റാക്കി കയറാനുണ്ട് കേട്ടോ. അത്യാവശ്യം പണിയുണ്ട്, കുഴപ്പമില്ല. എന്നാലും നമുക്ക് സെറ്റാക്കാം. പ്രത്യേകം പറയാം, നാട്ടിലെ പണി വേറെ ഇവിടുത്തെ പണി വേറെ കേട്ടോ. രണ്ട് പണിയാണ്. ഇപ്പോൾ ഏകദേശം ഫുള്ള് സെറ്റായി. നമ്മുടെ പരിപാടിയൊക്കെ ഏകദേശമായി. അപ്പുറേ വണ്ടി സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഈ ബെൽറ്റ് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇനി ഇതൊക്കെ ബാക്കോട്ട് പോകാനുള്ളത്. ഇത് ബെൽറ്റ് അടിച്ചു വെച്ചിരിക്കുന്നത്. ഇത് ഫുള്ള് പട്ടയിട്ട് കേട്ടോ. ഇവിടെ ഫുള്ള് പട്ടയിട്ടു. രണ്ട് സൈഡും പട്ടയിട്ട് സെറ്റാക്കി. അല്ല ഇനിയിപ്പോൾ ഒരു പണിയില്ല. കൊള്ളാം. 1 മണിക്കൂർ കേട്ടോ. ഇനിയിപ്പം ആ സാധനമൊക്കെ എടുത്ത് 2 സൈഡ് ബോക്സ് ഉണ്ട്, അതിലേക്ക് അടുക്കി ബ്രഷ് ഉണ്ട് മേലേക്കകത്ത്. ഇതൊന്ന് അടിക്കാനും ഉണ്ട്. നമ്മളിപ്പോൾ ഇറങ്ങാൻ വേണ്ടിയുള്ള പരിപാടിയിലാണ്. ഏകദേശം ഫുള്ള് സംഭവമെല്ലാം സെറ്റായി. ഇത് തുണി ഉണങ്ങായിട്ട്, ഇത് ഉണങ്ങിയിട്ടില്ല കേട്ടോ. ഞാൻ ഇന്നലെ എടുക്കാൻ മറന്നു എന്ന് ഓർത്തിട്ട് കിട്ടാം. അപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ ഏകദേശം ഫുള്ള് സെറ്റാണ് കേട്ടോ. ഇത് ബർഗറിൻ്റെ പന്ന്, പിന്നെ നമുക്ക് ദോശ ഇടാനുള്ള സംഭവം, വെളുത്തുള്ളി, ഉള്ളി 4-5 കിലോ ഉണ്ട് കേട്ടോ മൊത്തം. പിന്നെ ഫ്രിഡ്ജിൻ്റെ അകത്ത് ഒരുമാതിരിയുള്ള സാധനം കുറച്ച് അടുക്കി വെക്കാനുണ്ട്, അതൊരു ഇതാണ്. പിന്നെ അത് തുണി നമ്മുടെ അലക്കിയത്. ഇപ്പോൾ ഏകദേശം ഫുള്ള് സെറ്റ്. ഏകദേശം ഇനി ഒരു മാസം കഴിഞ്ഞതിന് ശേഷം ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ. ഇതാണ് ടാക്കോ കാർഡ്. അപ്പോൾ ഇത് ഇതിലേക്ക് ഇടാൻ വേണ്ടി പോവാണ്. ഇത് ഞെക്കി പിടിക്കാം. വെട്ടി വെക്കുന്നത് വരുന്നുണ്ട് അത് സാധനം. നേരത്തെ അതിരിച്ചിടണം കേട്ടോ. നമ്മുടെ ഫോട്ടോ ഇങ്ങനെ വരുന്ന രീതി. എന്നിട്ടിങ്ങനെ മേലേക്ക് പ്രസ് ചെയ്യുക. നമ്മുടെ പേര് വന്നു. നമ്മളിപ്പോൾ പുറത്തോട്ട് ഇറങ്ങി കേട്ടോ. നമുക്ക് സമയമില്ലായിരുന്നു. നമ്മുടെ ഈ സാധനം കംപ്ലൈൻ്റ് ആയിപ്പോയി, കമ്പനീൻ്റെ മാപ്പിൻ്റെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇറങ്ങുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഇനിയിപ്പം നിലം തൊടാണ്ട് പോകണം. 10:30-ക്കാണ് ലോഡിങ് പറഞ്ഞിരിക്കുന്നത്. ഓരോരോ അവസ്ഥ ഇങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ചില സമയങ്ങളിൽ ഇങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ ബ്രിസ്റ്റോണിലാണ് ഉള്ളത് കേട്ടോ. ലോഡ് എടുക്കുന്ന സ്ഥലത്താണുള്ളത്. ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ. റാമ്പിലാണ് ഉള്ളത്. ലോഡാകാൻ വേണ്ടി ഏകദേശം 1 മണിക്കൂറൊക്കെ ആവും നമുക്ക്. അതിന് ശേഷമേ നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടുന്ന് എടുത്തിട്ട് നേരെ മുടുകോണം. നമുക്ക് ചെറുതായിട്ടൊരു പണി കിട്ടി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാപ്പ് ചെറുതായിട്ട് പണി മുടക്കി കളഞ്ഞു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കമ്പനി പോയി. 10:30-ക്കായിരുന്നു ലോഡ്. അതുകൊണ്ട് കുറച്ച് താമസിച്ചാണ് ഞാൻ ഇവിടെ എത്തിയത്. ഫ്ലീറ്റ് ആൻഡ് എന്ന് പറയുന്ന സംഭവം കമ്പനി മാപ്പാണ്. അപ്പോൾ അത് കംപ്ലൈൻ്റ് ആയി പോയി. കമ്പനി പോയി കഴിഞ്ഞിട്ട് അവരുമായിട്ട് സംസാരിച്ച് പോയി ലോഡ് എടുത്ത് കഴിയുമ്പോൾ അത് റെഡി ആവുമെന്ന് പ്രതീക്ഷിക്കും. ഞാൻ പറഞ്ഞു ലോഡ് എടുത്തിട്ടായില്ലെങ്കിൽ ഞാൻ വണ്ടി കൊണ്ട് പോകില്ല എന്നെല്ലാം പറഞ്ഞ് അങ്ങനെ ഇങ്ങനെ ഇവിടെ വന്നു കേട്ടോ. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മുടെ ഒരു 10-20-25 മിനിറ്റോളം ഇപ്പോൾ ഇവിടെ പോയി. നമ്മൾ ലോഡെല്ലാം എടുത്തു. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ്. ഫുഡ് കഴിക്കേണ്ട ചോറാട്ടത്. ലോഡ് എടുത്തിട്ട് നേരെ വെളിയിൽ കൊണ്ടുപോയിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്.
പെട്ടെന്ന് ലോഡായി കേട്ടോ, വലിയ താമസമൊന്നുമില്ലായിരുന്നു, പടപടയെ ലോഡായി. ഇത് ടയർ പൊട്ടി കിടക്കുന്ന കേട്ടോ. നമ്മളിപ്പോൾ S5 റോഡിലുള്ള റോഡെടുത്ത് വെളിയിറങ്ങി. S5 റോഡ് കേട്ടോ. പോകാനുള്ളതെന്ന് പറഞ്ഞാൽ 2200 കിലോമീറ്ററാണ് കേട്ടോ. അതായത് പോളണ്ട് പോസ്നാനിൽ നിന്ന് ഇറ്റലി ബാരി മുടുകണമെന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഇപ്പോൾ നമ്മൾ ഈ ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഫുൾ ഓടുക, നാളെ ഓടുക, നാളത്തഞ്ഞ് ഓടി തിങ്കളാഴ്ച രാവിലെ 8 മണിയാകുമ്പോൾ ലോഡ് ഇറക്കണ്ട കേട്ടോ. ഇത് ഓടാനുണ്ടോയെന്ന് ചോദിച്ചാൽ ഓടാനുണ്ട്, കുഴപ്പമില്ല, ഓടി എത്തും. നമുക്ക് വണ്ടി ഓടി എത്തിക്കാൻ പറ്റും. നമുക്കിനി ഓടാൻ പറ്റിയ ഒരു 4.5 മണിക്കൂർ കൂടെ ഉള്ളൂ കേട്ടോ. ഇന്നും നാളത്തെ കഴിഞ്ഞ് കേട്ടോ. 7 14 ഇന്ന് ഓടുമ്പോഴത്തേ ഏകദേശം മുട്ടിച്ച് നമ്മൾ അവിടെ എത്തും വണ്ടി. പിന്നെ നമ്മൾ കുഴപ്പമില്ല, നമ്മൾ എന്താണെങ്കിലും അവിടെ റീച്ചാവും. 10 മണിക്കൂർ ഡ്യൂട്ടി കേട്ടോ ഇന്നും നാളെ. ആഴ്ചയിൽ 2 ദിവസം മാത്രമേ നമുക്ക് 10 മണിക്കൂർ ഡ്യൂട്ടി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നമ്മുടെ പ്ലാനിങ് ഐഡിയ പോലെ നമുക്ക് ഡ്യൂട്ടി എടുക്കാം. സ്ഥലം എന്നൊക്കെ പറഞ്ഞല്ലോ, കിൻഡൽ സ്ഥലമാണ് കേട്ടോ. കിട്ടില്ല സ്ഥലമല്ലേ. ഇവിടുത്തെ സ്ഥലത്തിനാണ് പൈസ. നമ്മുടെ പോളണ്ട് അല്ലെങ്കിലും കാണാൻ നല്ല കിടിലൻ സ്ഥലമാണ്. പോളണ്ട് നല്ല ബ്യൂട്ടിയാണ്. അത്യാവശ്യം നല്ല ബ്ലോക്കാണ്. ബ്ലോക്ക് അടിച്ച് ഇവിടെ അടിച്ച് കേട്ടോ. ഒരു ടോള് വരുന്നുണ്ട്, ടോള്. അതിൻ്റെയാണ് ഈ സ്ലോ ആയിട്ട് പോകുന്നത്, അറിയില്ല. ഇത് പോളണ്ടിലത്തെ ടോളാണ്. മുമ്പിലൊരു പാലം കണ്ടോ, എന്താ രസം നോക്കി. കിട്ടില്ല സ്ഥലം, നല്ല രസമുണ്ട് കേട്ടോ പാലം കാണാൻ. നമ്മളിപ്പോൾ ഇവിടെ ഒരു പാർക്കിൽ കൊണ്ട് വണ്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അവിടെ കണ്ടോ, ആളൊന്നും പോകാൻ പറ്റുന്നില്ല. അതേപോലെ ഇതാണ്. ഇത് കിട്ടിയിട്ടില്ല കേട്ടോ. പാർക്കിംഗ് കിട്ടാത്തതുകൊണ്ട് പുള്ളി ബാക്ക് വെച്ചിട്ട് അങ്ങ് മൂലക്കൊക്കെ പോകാനുള്ള പരിപാടിയാണ്. എടുത്ത് വെക്കും പുള്ളി എങ്ങനെയെങ്കിലും. കുറേ സമയമായിട്ട് വട്ടം കിടക്കുന്നത് കണ്ടോ. കിടിലൻ ഡ്രൈവറാ. ഇങ്ങനെയൊക്കെ നമ്മളും ചില സമയങ്ങളിൽ കളിക്കും കേട്ടോ. വലിയ പാർക്കിംഗ് ആണിത്. നമുക്ക് ഇപ്രാവശ്യം കിട്ടിയിട്ടില്ല പാർക്കിങ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ തൽക്കാലം സൈഡാക്കി വെക്കുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് പാർക്കിംഗ് കിട്ടാൻ എന്താ പ്രയാസം എന്നുണ്ട്. നമ്മളിവിടെ 5 മിനിറ്റ് ഇട്ടു, അതിന് ശേഷമാണ് ഇപ്പോൾ അവരെടുത്തിട്ട് പോയി കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ അതിൻ്റെ ബേക്കിൽ കൊണ്ട് വെക്കാം, കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇപ്പറേ വെക്കൂല, അപ്പുറത്ത് വെക്കും വേണ്ടി. എന്നാൽ പിന്നെ നമുക്ക് നൈസായിട്ട് പോകാൻ പറ്റും. എവിടെയെല്ലാം ബ്ലോക്കായി കേട്ടോ. അവർ നിൽക്കും, കുഴപ്പമൊന്നുമില്ല. പുള്ളി വണ്ടി റിവേഴ്സ് വരുന്നതാണ്. വാരി 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 ഓടിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ഡ്രൈവർമാർ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരണമാണ് കേട്ടോ. എല്ലാവരും പരമാവധി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരണം ഉണ്ടെങ്കിലേ ഇവിടുന്ന് ജീവിച്ചു പോക്ക് നടക്കുള്ളൂ. ചായ വെച്ച് കുടിക്കാനുള്ള പരിപാടി. ഇനി ചായ പൊടി ഇതാണ്, നാട്ടിലെ സൈസ് ഏകദേശം ഒരു പൊടി. പാല് തിളപ്പിക്കുക. സമയം ഇപ്പോൾ ഏകദേശം 5 മണി. ഇപ്പോൾ ഇനിയിപ്പോൾ ഡീസൽ അടിക്കുന്ന ലൊക്കേഷനിലേക്ക് ഒരു 101 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഡീസൽ അടിച്ചിട്ട് വേണം കിടക്കാൻ വേണ്ടി എവിടെയും. ഇതൊരു പാലമാണ് കേട്ടോ. ഇവിടെ നിന്നപ്പോൾ കണ്ടതാണ് ഒരു ചെറിയൊരു പാലം. വേണ്ടി റോട്ടേ കയറി കേട്ടോ. അപ്പുറത്തെ പാർക്കിംഗ് ആണ്, വലിയ പാർക്കിംഗാണ്. വലിയ പാർക്കിംഗ് ഒക്കെ കേട്ടോ, പക്ഷെ എന്നാലും വണ്ടിയില്ല. ഇന്നത്തെ പാർക്കിങ് നമുക്ക് മിക്കവാറും ശോകമാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. എല്ലാം ബ്ലോക്കാണ് കേട്ടോ, അത്യാവശ്യം നല്ല ബ്ലോക്കായി. നമ്മളിപ്പോൾ പോളണ്ടിൽ തന്നെ ഉള്ള, നമ്മൾ വിചാരിച്ചതുപോലെ വണ്ടി ഓടി കയറിയിട്ടില്ല.
അപ്പോൾ ഇനിയിപ്പോൾ എങ്ങനെയാണ് അവസ്ഥ എന്ന് നമുക്ക് അറിയത്തില്ല. വേറെ ശോകമാണ്. മൊത്തം എല്ലാ പാർക്കിങ്ങും ഈ സമയം ഫുള്ളാണ്. ഇപ്പോൾ സമയം 6:30 ആയി കേട്ടോ. അതുകൊണ്ടാണ് എല്ലാ പാർക്കിങ്ങും ഒരുമാതിരി ഫുള്ളായിട്ടുണ്ട്. നമ്മുടെ ഇവിടെ ഒരു ടോളുണ്ട്. ടോള് വരെ ബ്ലോക്കാട്ടോ. ടോളടക്കം ബ്ലോക്കായിക്കൊണ്ടിരിക്കുക. എന്താണ് ഇങ്ങനെയെന്ന് അറിയത്തില്ല. ഒന്ന് വണ്ടി ഓടി കയറിയിട്ടില്ല. ഇതെല്ലാം കണ്ടോ അവിടെ വെച്ചിരിക്കുന്ന വണ്ടിയുണ്ടോ, 4 ഇൻഡിക്കേറ്റർ ഇട്ട് വെച്ചിരിക്കുന്ന, അത് പാർക്കിംഗ് ഇല്ലാണ്ട് ഇട്ടിരിക്കുന്ന വണ്ടിയാട്ടോ. മേഘം കണ്ടോ എന്താ രസമെന്ന് നോക്കി, എന്താ ലുക്ക് കാണാൻ, അടിപൊളി. അതിനകത്ത് കൂടെ ഒരു ഫ്ലൈറ്റും പോകുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ കൂടെ. അടിപൊളി, കിട്ടില്ല സ്ഥലം. നമ്മളിപ്പോൾ ഡീസൽ അടിക്കാൻ വേണ്ടി പോകുന്ന കേട്ടോ. ഇത് നല്ലൊരു പാലമല്ല, അടിപൊളി പാലം. നമ്മൾ ഒരു ടൗണിൻ്റെ ഉള്ളിൽ പോലത്തെ ഒരു സ്ഥലത്ത് കൂടെയാണ് ഡീസൽ അടിക്കാൻ പോകുന്ന സ്ഥലം. ഇതൊക്കെ ഡീസൽ അടിക്കാൻ വരുന്നതൊക്കെയാണ്, നമ്മൾ ഓട്ടോയ്ക്ക് അടിക്കാൻ വരുന്ന കേട്ടോ. പുലി ഒരു ടൗണാണിത്. ടൗണിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഈ പോകുന്നത്. ഇപ്പോൾ പുള്ളിയൊക്കെ ലോക്കൽ റോഡാണ്, എന്നിട്ട് വെച്ചടിക്കുന്നുണ്ടോ. ഒരു ചെറിയൊരു സിഗ്നലും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലത്ത് കൂടെയാണ് പോകുന്നത്. കുഞ്ഞ സ്ഥലമാണ്. ഇവിടുന്ന് കറങ്ങി അങ്ങോട്ടാണ് പോകേണ്ടത്. നമ്മൾ ഈ പമ്പിലേക്ക് പോകുന്ന ഇങ്ങനെയുള്ള സ്ഥലങ്ങളായിരിക്കും കേട്ടോ. ഇതാണ് പമ്പ്. ഇങ്ങനെയുള്ള ചെറിയ സ്ഥലത്തായിരിക്കും കൊണ്ട് പമ്പ് വെക്കും. ഒരു മനുഷ്യൻ പോലും ഉണ്ടാവില്ല കേട്ടോ. ചെറിയ സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സെൻറ്റർ കൊണ്ടുപോകും. ഇതാണ് കേട്ടോ നമ്മുടെ ഡീസൽ അടിക്കുന്ന സംഭവമാണ്. അപ്പോൾ ഇതേപോലെ കാർഡ് വെക്കുക, ഇതിനകത്തൊന്ന് സെലക്ട് ചെയ്യാനുണ്ട് കേട്ടോ ഡീസൽ. അതുപോലെ അതിൻ്റെ ഗണ്ണിൻ്റെ നമ്പർ നോക്കി പിന്നെ ഇപ്പോൾ നമ്മൾ പാസ്വേഡ് അടിച്ച് പിന്നെ നേരെ അങ്ങ് പോവുക. നേരെ പോയിട്ട് നമ്മൾ ഇതിൻ്റെ എടുക്കുക, ഗണ്ണെടുക്കുക, ടാങ്കിലേക്ക് വെക്കുക. ടാങ്കിൽ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ചിലപ്പോൾ പിടിച്ച് നിൽക്കേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് തെറിച്ച് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഗണ്ണയിൽ നമ്മൾ എപ്പോഴും സപ്പോർട്ട് ചെയ്ത് വെക്കണം കേട്ടോ, ഇല്ലെങ്കിൽ പണി പോകാം. നല്ല കിടിലൻ സ്ഥലമാണ് കേട്ടോ. പമ്പെല്ലാം കൊണ്ടു വച്ചിരിക്കുന്ന ഒരു കാട്ടിലാണെങ്കിലും നല്ല സ്ഥലമാണ് കാണാൻ. ചുറ്റോട് ചുറ്റും നല്ല രസമുണ്ട് കാണാൻ സംഭവം. അങ്ങ് ആ മുന്നിൽ കാണുന്നത് ടോയ് എന്ന് പറഞ്ഞൊരു ടോയ്ലറ്റാണ് കേട്ടോ. കിടിലൻ സ്ഥലം. ഇതിപ്പോൾ നമ്മൾ അപ്പുറം ഡീസൽ അടിച്ച് ഇപ്പുറത്ത് വന്ന് ഡീസൽ അടിക്കുക കേട്ടോ. രണ്ടാമത്തെ ടാങ്ക് 1300 ലിറ്റർ. നമ്മൾ ഡീസലൊക്കെ അടിച്ച് പുറത്തിറങ്ങി. പക്ഷേ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടിയിട്ടില്ല കേട്ടോ. ആഡ് ബ്ലൂ അടിക്കാൻ പറ്റിയിട്ടില്ല. ആഡ് ബ്ലൂ എന്താ കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആഡ് ബ്ലൂ അടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ഏതെങ്കിലും ഒരു ഇതിൽ അടി നടക്കുള്ളൂ. ഇപ്പോൾ ഓൾറെഡി ഇതിനകത്ത് ഫുൾ ടാങ്ക് ഉണ്ട്. അപ്പോൾ അടുത്ത പ്രാവശ്യം ഫുള്ളാക്കുമ്പോൾ ഒന്നെങ്കിൽ അടുത്ത പ്രാവശ്യം ഫുള്ളാക്കുമ്പോൾ നമുക്ക് നോക്കിയിട്ട് അടിക്കാം, അത്ര തന്നെ. After 800 meters, keep right, then turn right. അപ്പോൾ നമ്മൾ അടുത്ത വലിയ റോഡിലേക്ക് കയറുകയാണ്. ഗ്ലാസ് എല്ലാം കാണുന്നത് കോടയടിച്ച് കിടക്കുന്ന കേട്ടോ. രാവിലെ എന്തോ ഒരു ഇവിടെ ചെറുതായിട്ട് കോമ്പിഡിറ്റി പോലെ ഉണ്ടായിരുന്നു. നമ്മൾ പോകാൻ വേണ്ടിയാണ് ചായ വെച്ചിട്ടുണ്ട്. സമയമായിട്ടില്ല. 8:45 ആയുള്ളൂ കേട്ടോ. 8 മണിക്കൂർ 45 മിനിറ്റും ആയുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി സമയമുണ്ട്. 1/4 മണിക്കൂർ കൂടെ ഉണ്ട്. അത് കഴിഞ്ഞാലേ നമുക്ക് വണ്ടി എടുക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ചെക്കിൻ്റെ ഇതിനകത്ത് പൈസ കുറവാണ്. അന്നേരം നമുക്ക് രാവിലെ പോയിട്ട് പൈസ കയറ്റാറുണ്ട്. യൂറോ ബാഗ് അക്കൗണ്ടിൽ നിന്ന് നമുക്ക് ചെക്ക് റിപ്പബ്ലിക്കിലേക്ക് കയറുമ്പോൾ നമുക്ക് പൈസ കയറ്റാറുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ചെക്ക് റിപ്പബ്ലിക്കിലേക്ക് കയറാൻ വേണ്ടി പോകാം കേട്ടോ വണ്ടി കൊണ്ട്. ഇവിടെയുള്ള കുറച്ച് വീടുകളാണ്, കാണാൻ പറ്റുന്നില്ല. പിടുത്തം വിട്ടാവും. നല്ല സ്പീഡ് കേട്ടോ. പോളണ്ടിൻ്റെ എൻ്റെത്തി ചെക്കിലേക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ കയറും കേട്ടോ വണ്ടി. നല്ല ഇറക്കമൊക്കെ ഉണ്ട്, അത്യാവശ്യം നല്ല പിടുത്തം വിട്ട ഇറക്കങ്ങളൊക്കെ ഇവിടെ. ഈ റോഡ് A1 ആണ്.
നമുക്ക് ഇപ്രാവശ്യം പോയപ്പോൾ നമുക്ക് ബേസിൽ നിന്ന് അധികം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അവിടെ ആളില്ലായിരുന്നു കേട്ടോ. അവരെല്ലാവരും പോയി പണിക്ക്. ഒന്നാമതിപ്പം ബേസിൽ ആൾ കുറവാണ്, എല്ലാവരും വണ്ടിയിലാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ല. സുജിയേട്ടനൊക്കെ വരുമെന്ന് പറഞ്ഞായിരുന്നു, പക്ഷേ നമ്മൾ അവിടെ എത്തിയത്തേക്ക് എത്തിക്കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം വന്നു കേട്ടോ. സാധാരണ രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്ത ഇതിൽ സുജിയേട്ടന് എത്തേണ്ടതാണ്, പക്ഷേ എത്തിയിട്ടില്ല. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ലോഡ് ഇറക്കുന്നിടത്ത് പുള്ളിക്ക് ഇറക്കി കിട്ടിയില്ല. അപ്പോൾ പുള്ളി അവിടെ 1-ാം തീയതി വന്ന് കിടക്കുന്നതാണ്. 6-ാം തീയതി ആണ് അൺലോഡിങ്. എനിക്ക് പറ്റിയ പോലെ തന്നെ പുള്ളിക്കും പറ്റി കേട്ടോ. പുള്ളിക്ക് കുറച്ച് അധികം പറ്റിപ്പോയി, അതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റിയില്ല. കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം വരുമ്പോൾ കാണാം. അങ്ങനെ കാണാൻ പറ്റുമൊന്നുമില്ല കേട്ടോ, ഞാൻ വെറുതെ പറഞ്ഞാണ്. എല്ലാം ഒരു ഭാഗ്യം പോലെ ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങൾ നമുക്ക് കിട്ടുള്ളൂ, അല്ലാത്ത സമയത്തൊന്നും കിട്ടൂല. നമ്മളിപ്പോൾ ഈ പോകുന്ന സ്ഥലത്തൊരു അടിപൊളി ഒരു പാലമുണ്ട് കേട്ടോ. ഇതാണ് ചെറിയ പാലമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. സെൻറ്ററിൽ കിടക്കുന്ന കമ്പിയാണ് കേട്ടോ, കമ്പി. ഇത് കഴിഞ്ഞിട്ട് അതിന് അപ്പുറം ഉണ്ട് ഒരു പാലം, ഒരു ചെറുത്. അതിൻ്റെ ഇങ്ങനെ ഒരുമാതിരി ഊഞ്ഞാല് പോലെ തൂക്കിയിട്ടിട്ട് നല്ലൊരു വെറൈറ്റി പാലം കേട്ടോ. പോളണ്ടിലത്തെ WC എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയാണ് പമ്പും കാര്യങ്ങളൊക്കെ. അവിടെ കുളിക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ അടുത്തൊരു പാലം. എല്ലാം വെറൈറ്റി പാലങ്ങളാണ് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് തൊട്ടപ്പുറത്ത് അടുത്തൊരു പാലമുണ്ട് ചെറുത്. ഇതാണ് അടുത്തൊരു പാലം വരുന്നത്. നല്ല അടിപൊളി പാലങ്ങളല്ലേ. നമ്മളിപ്പോൾ ചെക്ക് റിപ്പബ്ലിക്കിലേക്ക് കയറി കേട്ടോ. ബോർഡർ കയറി. മൈട്ടോ ഓണാക്കാൻ വേണ്ടി അവിടെയൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ മൈട്ടോ ഓണാക്കിയിട്ടുണ്ട്. മൈട്ടോ എന്ന് പറഞ്ഞൊരു ടോളാണ്, ആ മുന്നിൽ കാണുന്ന ടോളാണ് കേട്ടോ. അടിപൊളി സ്ഥലം. നേരെല്ലാം ഇങ്ങനെ വെളുത്ത് വരുന്നേ ഉള്ളൂ. നേരം വെളുക്കുന്നേ ഉള്ളൂ കേട്ടോ, ഒന്നും ആയിട്ടില്ല. ചെക്ക് നല്ല സ്ഥലമാണ് കേട്ടോ, അടിപൊളി സ്ഥലമാണ്. വലിയ കുഴപ്പമില്ലാത്ത റോഡാണ്, നല്ല റോഡാണ്. ഇതിപ്പോൾ കുറച്ച് ദൂരം ഉണ്ടാവുള്ളൂ. ഇത് വലിയ റോഡാണ്. ചെറിയ റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ വലിയ ഇതുണ്ടാവില്ല കേട്ടോ. സൂര്യമൊക്കെ ഉദിച്ച് നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ടോ. ഇതൊരു പാർക്കിങ്. ഇതാണ് നമ്മുടെ പാർക്കിങ്, ചെക്ക് റിപ്പബ്ലിക്കിലെ പാർക്കിങ്. ചെറിയ പാർക്കിങ്ങാണ്. ചെക്ക് റിപ്പബ്ലിക് എല്ലാം വരുക, നേരെ കയറി പോവുക. എല്ലാ രാജ്യവും ഇങ്ങനെ തന്നെ, വരുക പോവുക. ബോർഡറായിട്ട് ക്രോസിങ് നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ അങ്ങനെയുള്ള പോലുള്ള പരിപാടികളില്ല ഇവിടെ. ഇത് നമ്മുടെ ഒരു മൈട്ടോ എന്ന് പറഞ്ഞൊരു സാധനമാണ്, ടോളാണ് ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ മൈട്ടോ കേട്ടോ. അപ്പോൾ ഇത് റീചാർജ് ചെയ്യാൻ വേണ്ടി പോയതാണ്. ഇത് ഈ കാർഡുമായിട്ട് വേണ്ട. ഇത് പമ്പിൽ നിന്ന് റീചാർജ് ചെയ്യാൻ പറ്റും കേട്ടോ ആർക്കും. പല ആളുകളും പലതും പറഞ്ഞ് പേടിപ്പിക്കും ഇവിടെയുള്ള ആളുകളോടാണ്. അപ്പോൾ അതൊന്നും പേടിക്കണ്ട, ഇത് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്നും വെക്കേണ്ട പേടിക്കേണ്ട ആവശ്യമില്ല. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് സുഖമായിട്ട് സിമ്പിളായിട്ട് അവിടെ പോവുക, നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം കേട്ടോ. കുറേ പേര് ഇങ്ങനെ വെറുതെ കിടന്ന് പേടിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളായിരിക്കാം, പക്ഷേ വെറുതെ കിടന്നങ്ങ് പേടിപ്പിക്കും കേട്ടോ. അങ്ങനെയൊക്കെ ഒരു പ്രശ്നമൊക്കെ ഉണ്ട്. സിമ്പിളായിട്ട് റീചാർജ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ ഇതൊക്കെ. മുന്നോട്ട് ചെറുതായിട്ട് കോട അടിച്ച് കിടപ്പുണ്ട്. ഇതൊരു കാട് നിൽക്കുന്നുണ്ട്, എന്ത് രസമായിട്ട്. നല്ല കോടയല്ല, ചെറിയൊരു കോട കേട്ടോ. നന്ന മോശം റോഡായിരുന്നു കുറച്ച് മുന്നേ വരെ. ഇപ്പോൾ പിന്നെ കുഴപ്പമില്ല, റോഡ് നല്ലതായി. എടുത്ത് ചാടുന്ന സൈസ് റോഡുകളായിരുന്നു. മാറ്റം വന്നു. ഏതാ കോടാന്ന് നോക്കി, അടിപൊളി.
ഒരു ചെറിയ തുരങ്കത്തിലേക്ക് കയറുന്ന കേട്ടോ. കോടയാന്നേട്ടാ, നല്ല കോട മഞ്ഞാ. രാവിലെ എല്ലാം കോട അടിച്ച് കിടക്കുക. ഇവിടെ അടുത്തൊരു പമ്പുണ്ട്, ആ പമ്പിൻ്റെ ഇതാ കാണിക്കുന്നത്. അടിപൊളി കേട്ടാ, കോടയിൽ പൊളിച്ചു കിടില്. നല്ല കോട, എല്ലായിടത്തും നല്ല കോട കേട്ടോ. ഏതാ കോടാന്നറിയാ, നല്ലോണം കോട അടിച്ച് കിടക്കും കേട്ടോ, ഒരു രക്ഷയില്ല. എത്ര സമയം എന്നറിയാം, ഇത് ഫുള്ള് കോട കേട്ടോ. ചെറുതായിട്ട് മഴ വരുന്നുണ്ട്, ചെറുതായിട്ട്. നല്ല കൃഷിസ്ഥലം എല്ലാം കോട മൂടി കിടക്കും കേട്ടോ മൊത്തത്തിൽ. നമ്മളിപ്പോൾ ഏകദേശം ഓസ്ട്രിയ ബോർഡർ കയറി കേട്ടോ. ഓസ്ട്രിയ ബോർഡറാണത്, ആ മുന്നിൽ കാണുന്നത്. റിപ്പബ്ലിക് ഓഫ് പോർച്ചുഗൽ അങ്ങനെന്തോ പറഞ്ഞ് കാണുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരാൾ നമ്മുടെ ലൈവ് കാണുന്നതിനിടയ്ക്ക് നമ്മോട് ചോദിച്ചായിരുന്നു, നമ്മുടെ വണ്ടിയിൽ മാതാവിൻ്റെ ഫോട്ടോ ചോദിച്ചായിരുന്നു കേട്ടോ. മാതാവ് ഇവിടെ ഉണ്ട്, മാതാവ് ഇവിടെയാണ്, സെൻറ്ററിലാണ് വച്ചിരിക്കുന്നത് കേട്ടോ. ഇത് കൊന്തനെ പിടിച്ച് കെട്ടിയിട്ടിരിക്കുന്നതാണ്, അതായത് പോയി അടിക്കാണ്ടിരിക്കാണ്ട്. ഇത് എവിടെ വരെ എത്താൻ പാടുള്ളൂ, അതിനു വേണ്ടി. ഓസ്ട്രിയ എൻട്രി ആയി, ചെക്ക് കഴിഞ്ഞു കേട്ടോ, ഓടി തീർന്ന്. പാർക്കിങ്ങിനുള്ള ഇപ്പോൾ ഇവിടെ ഒന്നും ഒരു മനുഷ്യനില്ല കേട്ടോ. ചെറിയൊരു പാർക്കിംഗ് ഏരിയ, ചെറുതല്ല വലിയ പാർക്കിംഗ് ഏരിയ ആണ് കേട്ടോ. ഒരു മനുഷ്യനില്ല. അപ്പം ഇനിയിപ്പോൾ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഫുഡ് അടിയാണ് കേട്ടോ. ഈ ഫുഡ് അടിക്കാനുള്ള ഇതിനു വേണ്ടി വണ്ടി സൈഡാക്കിയാണ്. ഭക്ഷണം കഴിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെയൊക്കെ ആയിരിക്കും കേട്ടോ ഭക്ഷണം. ഇത് ഇവിടെ കിട്ടുന്ന ചപ്പാത്തിയാണ്, ഇത് നമ്മുടെ കറി കേട്ടോ, ഇറച്ചി. ഇത് ഫ്രീസറിൽ വെച്ച കറിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫുഡ് അടിയും പരിപാടിയൊക്കെ ഇങ്ങനെയാണ്. രാജകീയമായ പരിപാടികളല്ല, നമ്മൾ രാജകീയമാക്കുന്ന ഭാഗങ്ങളാണ് ഇതൊക്കെ. ഫ്രെയിം നമ്മളൊന്ന് സെറ്റാക്കി നോക്കിയതാണ്, എങ്ങനെയുണ്ടെന്ന്. സംഭവം കളറാണെന്ന് തോന്നുന്നു, നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ ഓസ്ട്രിയൻ്റെ ലോക്കൽ റോട്ടിൽ കൂടെ കയറി കേട്ടോ, അതായത് ഓസ്ട്രിയ എൻട്രി ആയിട്ടേ ഉള്ളൂ ഇപ്പോൾ. അതുകൊണ്ട് നമ്മളിപ്പോൾ ആദ്യം ലോക്കൽ റോഡിലാണ് വിടുന്നത്. ഇത് കഴിഞ്ഞിട്ടേ വലിയ റോട്ടിൽ കയറ്റുള്ളൂ അവർ കേട്ടോ. പുതിയ മോഡൽ ബെൻസാണ് ഇപ്പോൾ പോയത്. ഇത് പുതിയ മോഡൽ ടൈപ്പ് ഒരു റെനോൾട്ട് കേട്ടോ. ലോക്കൽ റോഡ് എന്ന് പറഞ്ഞാൽ നല്ല ലോക്കൽ റോഡാണ്. അത്യാവശ്യം സ്പീഡ് കുറവുള്ള സ്ഥലം, ഓവർടേക്ക് ചെയ്യാൻ പാടില്ലാത്ത സ്ഥലം. ഓസ്ട്രിയ ആകുമ്പോൾ എല്ലാവരും കുറച്ച് ഡീസൻ്റ് ആട്ടോ, കുറച്ച് നല്ല ഡീസൻ്റ് ആവും. ഓസ്ട്രിയ ബ്യൂട്ടി ആയി തുടങ്ങി കേട്ടോ. എന്താ അടിപൊളി സ്ഥലം എന്നുണ്ടോ, നല്ല നീളത്തിലുള്ള റോഡാട്ടോ. ലെവൽ റോഡ്, ചെറിയൊരു കയറ്റം എല്ലാം ഉണ്ട്. ഇപ്പോൾ ചെറുതോതിൽ കൃഷിയും പരിപാടിയൊക്കെ ഉണ്ട്. അതൊക്കെ പറയാനായിട്ട് കുറേ സമയമായി, ഇതുവരെ ഹൈവേയിലൊന്നും എത്തിയിട്ടില്ല. കുറച്ച് സമയം എടുക്കും കേട്ടോ. നമ്മൾ വലിയ റോട്ടിൽ കയറി, വലിയ റോട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. A5 കേട്ടോ, A5 റോഡാണിത്, അടിപൊളിയാണ്. നമ്മളിപ്പോൾ ഒരു ടൗണിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നത്. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്പീഡ് ലിമിറ്റ് 60 കേട്ടോ. ഇപ്പറെല്ലാം കണ്ടോ, നല്ല വലിയ വലിയ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ, വലിയ റോഡ്, സ്പീഡ് മാത്രം 60. കുറച്ച് ദൂരം ഉണ്ട് ഇതിങ്ങനെ കേട്ടോ. വണ്ടീൻ്റെ കളിയായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് ഒഴിവായി ലെവലായി കിട്ടിയത്. ക്യാമറ ഒക്കെ ഇരിക്കുന്നുണ്ട്. 60ൻ്റെ മേലെ പോയി അപ്പം അടിയും പണ്ടാരം. അടിപൊളി ബിൽഡിങ്ങുകളുണ്ടോ,
ഇവിടെ എല്ലായിടത്തും നല്ല അടിപൊളി അടിപൊളി ബിൽഡിങ്ങുകളാട്ടോ. ഇപ്പുറത്തെ സൈഡിലാണേലും എല്ലാം കിടിലം ബിൽഡിംഗ് ആണ്. അതുപോലെ അപ്പുറം ഉണ്ടോ നല്ല അടിപൊളിയായിട്ട്. വണ്ടിക്കാരൊന്നും വിട്ടുതരുന്നില്ല കയറാൻ വേണ്ടി. ടൗണാന്ന് കേട്ടോ, ടൗണിൽ കൂടെ ഉള്ള കളിയാണ്. ഇതിൻ്റെ എല്ലാം വ്യൂ കണ്ട എന്താ രസം എന്ന് നോക്കിയ. സ്ഥലങ്ങൾ കാണാൻ ഒരു പ്രത്യേക രസം തന്നെ കേട്ടോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൂടെ പോകുമ്പോൾ. എന്താ 4 പാട് നോക്കിയാലും നല്ല അടിപൊളി സ്ഥലം. എന്ത് അടിപൊളിയായിട്ട് ഇവരൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന സ്ഥലം. ഇവർ അത്രയും നല്ലോണം സ്ഥലം നല്ലോണം വൃത്തിയാക്കും കേട്ടോ, മെയിൻറ്റെയിൻ ചെയ്യും. അതാണ്, ബിൽഡ് ചെയ്യും. അതുകൊണ്ടാണ് ഇത്രയും നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ. ഒരു സ്ഥലത്തും വലിയ ചപ്പോ ചവറോ ഒരു സാധനം ഒന്നും കാണൂല. ഇനി നമുക്ക് ഓടാൻ വേണ്ടി ഒരു 1195 കിലോമീറ്റർ ഉണ്ട്. നമുക്ക് ഇന്ന് ഓടാൻ വേണ്ടി ആപ്പാടെ 2 മണിക്കൂറേ ഉള്ളൂ. അപ്പം ഇന്ന് 2 മണിക്കൂർ 160 കിലോമീറ്റർ ഓടും. അപ്പോൾ ഒരു 1000 കിലോമീറ്റർ ബാലൻസായി. കയ്യിൽ നാളെ ഫുള്ള് ഓടും. 10 മണിക്കൂർ ഡ്യൂട്ടി, 700 അല്ലെങ്കിൽ 750 കിലോമീറ്റർ. 700 കിലോമീറ്റർ കൂട്ടിയാൽ തന്നെ ഗ്രീൻ ബെൽറ്റ് തന്നെ അടിച്ചിട്ടിരിക്കുന്നുണ്ടോ 2 സൈഡ് അടിപൊളിയായിട്ട്. അപ്പം നാളെ നമ്മൾ ഫുള്ള് ഡ്യൂട്ടി എടുത്താൽ തന്നെ ഒരു 750 ഓടിക്കഴിഞ്ഞാൽ ബാക്കി 250 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. അത് നമ്മൾ മുട്ടിച്ചോടി നമ്മളെങ്ങനെ ഇതാക്കും. അതല്ല പ്രശ്നം. നമ്മുടെ കാറിൻ്റെ ബൈക്ക് കെട്ടി വലിച്ചിട്ട് പോകുന്നുണ്ടോ. നമ്മുടെ രാജശേട്ടർ ഉണ്ട് കേട്ടോ, രാജശേട്ടറെ കണ്ടുമുട്ടണം. അതിൻ്റെ പ്ലാനിങ്ങിലുള്ള എന്താണെങ്കിൽ കണ്ടുമുട്ടും കേട്ടോ പുള്ളിനെ. കണ്ടുമുട്ടാണ്ട് വിടൂല. മേലെ ഉള്ള അടിപൊളി ഒരു വീട് കണ്ടോ. ഇവരെല്ലാം കണ്ട സ്ഥലമൊക്കെ കണ്ട എന്താ അടിപൊളിയായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്നത്. സൂപ്പറായിട്ടാണ് ഇതെല്ലാം കണ്ട. എന്താ സൂപ്പർ സ്ഥലം എന്നാണ്. സ്ഥലത്തിനാണ് പൈസ. ഒരു പ്രത്യേകതരം മരമാണ് കേട്ടോ, അതിനാണ് അടിപൊളി. അത് കാണാൻ നല്ല രസമാണ്. അപ്പുറ സൈഡ് കണ്ട ഒരു പച്ച കളറുള്ള വെള്ളം കേട്ടോ. കാണാൻ പറ്റുമോ മനസ്സിലാവുമെന്ന് അറിയത്തില്ല. നല്ല റോഡാട്ടോ, അടിപൊളി റോഡാണ്, കുഴപ്പമൊന്നുമില്ല. വിശാല റോഡാണ്. വെയിലടിക്കുന്നുണ്ട്. ഇപ്പുറത്ത് വലിയ വെയിലില്ല, അപ്പുറത്തേക്ക് നല്ല വെയിൽ. വലിയ മലയാന്ന് കേട്ടോ. ഈ മല വഴിയാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ. ഇപ്പം കണ്ട നല്ല പച്ച കളർ വെള്ളം. എന്താ രസം നോക്കി. അതിനകത്ത് കൂടെ ബോട്ടുണ്ട്. പിന്നെ ബോട്ടുകളൊക്കെ തലങ്ങും വിലങ്ങും പായുന്നുണ്ട് കേട്ടോ. അടിപൊളി കിടിലം വ്യൂ ആണ്, കിടിലം വ്യൂ. ഇതെങ്ങനെ ഇങ്ങനെ കളർന്നാ ഞാൻ ആലോചിക്കും. അത്രയ്ക്ക് അടിപൊളി. കേബിൾ കാറിൻ്റെ ലൈനാണ് ഈ കാണുന്നത് കേട്ടോ. അതിൻ്റെ സൈഡിൽ കൂടെ പോയി എന്താ അടിപൊളി സ്ഥലം കണ്ട. അവിടെ നമ്മുടെ സ്കൂൾ കെട്ടിടം പോലത്തെ ഒരു ചെറിയൊരു ബിൽഡിങ് കേട്ടോ. After 2.2 kilometers, keep left. ഇറ്റലി ഇറ്റലി കയറിയതിൻ്റെയാണ് കേട്ടോ ഈ കാണുന്ന ഈ തുരങ്കം. ഇറ്റലി ഒരു സംഭവമാണ് കേട്ടോ, പറയാണ്ടിരിക്കാൻ പറ്റൂല. വരുക പോവുക, കയറുക ഇറങ്ങുക, കയറുക ഇറങ്ങുക, തുരങ്കത്തിൻ്റെ കളിയാണ്. വണ്ടി അവിടെ വഴിക്കായി കിടപ്പുണ്ട് കേട്ടോ. ഇത് വഴിക്കായി കിടക്കുന്നതാണ്. പാതാളത്തിലേക്കായി പോയിക്കൊണ്ടിരിക്കുന്നു. അടിപൊളി സ്ഥലമല്ല ഇറ്റലി. ഇറ്റലി ബ്യൂട്ടി. ഇവര് ടണലാണ് ഇവരുടെ മെയിൻ പരിപാടി കേട്ടോ. ടണലിൻ്റെ അകത്തുള്ള കളിയാണ്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം പുതിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് വരാം. ഇഷ്ടപ്പെട്ടാൽ കൂടെ കുടിക്കും. അപ്പോൾ ശരി.